നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിനെ നായകനാക്കി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗാന്ധർവം. മികച്ച ഗാനങ്ങളും തമാശയും ആക്ഷനും സെന്റിമെന്റ്സും എല്ലാം സമാസമം ചേർന്ന ചിത്രം തകർപ്പൻ വിജയമായിരുന്നു തിയേറ്ററിൽ നിന്നും നേടിയെടുത്തത്. ചിത്രത്തിലെ ശ്രീദേവി മേനോൻ എന്ന നായികയായി എത്തിയത് അതിസുന്ദരിയായ ഒരു നടിയായിരുന്നു. മുംബൈക്കാരിയായ മോഡലും നടിയുമായ കഞ്ചൻ എന്ന സുന്ദരി പെൺകുട്ടിയായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച സാം അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിന്റെ കാമുകിയായി എത്തിയത്. 70കളിൽ താരമായി നിരവധി സിനിമകളിൽ തിളങ്ങിയ നടി മൻമന്ദിർ സിനിമയിലെ ലക്ഷ്മി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. മുതിർന്നപ്പോൾ മോഡലിംഗ് രംഗത്ത് സജീവമായ കഞ്ചൻ 90ൽ മിസ് ഡൽഹിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ബോളിവുഡിലേക്ക് അഭിനയിക്കാനുള്ള അവസരം തെളിയുകയായിരുന്നു. സൽമാൻ ഖാൻ നായകനായ സനം ബേവഫ എന്ന സിനിമയിലൂടെയാണ് കഞ്ചൻ നായികയായി പിന്നീട് ബോളിവുഡിലെത്തുന്നത്. 90കളിലെ നിറ സാന്നിധ്യമായിരുന്നു കഞ്ചൻ. ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം സാന്നിധ്യം അറിയിച്ച ശേഷമാണ് കഞ്ചൻ മലയാളത്തിലേക്ക് എത്തുന്നത്. കരിഷ്മ കപൂറും ഗോവിന്ദയും ഒരുമിച്ച് സൂപ്പർ ഹിറ്റ് ചിത്രം കൂലി നമ്പർ 1ലൂടെയാണ് കഞ്ചൻ ശ്രദ്ധ നേടുന്നത്. 1995ലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ബോളിവുഡിലെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിലൊന്നാണ് ചെയ്തു. ചിത്രത്തിൽ കരിഷ്മയുടെ സഹോദരിയുടെ വേഷത്തിലാണ് കഞ്ചൻ അഭിനയിച്ചത്. ചിത്രത്തിലെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു. പിന്നീട് അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ തുടങ്ങിയവർക്കൊപ്പം കഞ്ചൻ അഭിനയിച്ചിരുന്നു. എന്നാൽ ബോളിവുഡിൽ പ്രതീക്ഷിച്ചൊരു ഇടം കണ്ടെത്താൻ കഞ്ചന് സാധിച്ചില്ല. നല്ല വേഷങ്ങളും തേടിയെത്തിയില്ല. റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രീദേവിയുടെയും കരിഷ്മയുടെയും വളർച്ചയാണ് കഞ്ചന്റെ കരിയറിനെ ബാധിച്ചതെന്നാണ്. അക്കാലത്ത് ബോളിവുഡ് തേടിയിരുന്നത് ബോൾഡായിട്ടുള്ള നായികമാരെയായിരുന്നു. കഞ്ചനെ പോലെ സിമ്പിളായ നായികയ്ക്ക് ബോളിവുഡിൽ ഇതോടെ സ്ഥാനമില്ലാതായി. തന്റെ കരിയർ പ്രതീക്ഷിച്ചതുപോലെ ഉയരാതെ വന്നതോടെയാണ് കഞ്ചൻ തെന്നിന്ത്യൻ സിനിമകളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തുന്നത്. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രേമ പുസ്തകം, ലക്കി ചാൻസ് തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമകളിലും കഞ്ചൻ അഭിനയിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഞ്ചന് സാധിച്ചില്ല. ഇതോടെ താരം അഭിനയത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇന്ന് സിനിമയുടെ സകല വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് കഞ്ചൻ. സോഷ്യൽ മീഡിയയിലും താരത്തിന്റെ സാന്നിധ്യമില്ല. കഞ്ചൻ എവിടെയാണോ, എന്ത് ചെയ്യുകയാണോ എന്നൊന്നും അറിയില്ല. അതേസമയം ഗാന്ധർവം കാണുമ്പോഴെല്ലാം ഈ നടി ഇന്ന് എവിടെയാണെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഗാന്ധർവം എന്ന സിനിമയിലൂടെയും അതിലെ ഹിറ്റ് ഗാനങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുത്ത ആ താരത്തെ മലയാളികൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഗാന്ധർവം എന്ന ചിത്രത്തിന്റെ തിരക്കഥ ഡെന്നിസ് ജോസഫും ചിത്രം നിർമ്മിച്ചത് സുരേഷ് ബാലാജിയുമാണ്. ജഗതി ശ്രീകുമാർ, ദേവൻ, വിജയകുമാർ, പ്രേംകുമാർ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം കഞ്ചൻ തന്റെ മലയാള സിനിമയായ ഗാന്ധർവത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിലെ നായകനായ മോഹൻലാലിനെ കുറിച്ചും മുൻപ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ വാക്കുകളും ഇപ്പോൾ വൈറലായി മാറുകയാണ്. കഞ്ചൻ പറഞ്ഞത് പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വേറിട്ടൊരു അനുഭവമായിരുന്നു മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നതെന്നാണ്. മറ്റു ഭാഷകളിൽ ഇത്രയും അധികം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞു. മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കാൻ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്നും പറഞ്ഞു. ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ മോഹൻലാൽ ഇത്രയും വലിയ നടനായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. കൂടെ അഭിനയിച്ചപ്പോൾ മോഹൻലാൽ ഒരിക്കൽ പോലും തന്നോട് മോശമായ രീതിയിലോ അതോ ദേഷ്യത്തിലോ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും താരം പറഞ്ഞു. ഗാന്ധർവം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഒരു രസകരമായ രംഗത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എപ്പോഴും ചിരി വരാറുണ്ടെന്നും താരം പറഞ്ഞു. ആ രംഗം ഒരു കീ ഒളിപ്പിക്കുന്നതായിരുന്നു. താരം പറഞ്ഞത് ഡ്രസ്സിന്റെ അകത്ത് കീ ഇടുകയും അത് മോഹൻലാൽ തന്നെ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് തന്നെ കുലുക്കുമ്പോൾ കീ താഴേക്ക് വീഴണം എന്നതുമായിരുന്നു അഭിനയിക്കേണ്ടത്. എന്നാൽ 2 തവണയും മോഹൻലാൽ തന്നെ എടുത്ത് പൊക്കി തന്നെ കുലുക്കിയെങ്കിലും കീ പുറത്തേക്ക് വന്നില്ല. പിന്നീട് കീ വീഴുന്നത് മാത്രം ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നും പറഞ്ഞു. കീ വീഴാതായപ്പോൾ ഡ്രസ്സിനകത്ത് നിന്നും കൈകൊണ്ട് തന്നെ കീ എടുത്തിട്ട് താഴെ ഇടുന്ന രംഗമാണ് പിന്നെ ഷൂട്ട് ചെയ്തത് എന്നും കഞ്ചൻ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.